ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് IAS എന്ന സ്വപ്നവുമായി നടക്കുന്ന കൂട്ടുകാർക്കുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. IAS നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ IASനെ കുറിച്ചുള്ള ആ എക്സാം അഥവാ UPSCയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് IAS നമുക്ക് നേടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കൂട്ടുകാർക്കായിട്ട് ഞാനൊരു അനുഭവം പറയാം. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുനിയിൽ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ നഷ്ടപ്പെട്ട് അദ്ദേഹം ഓർഫനേജിലാണ് വളർന്നത്. ഓർഫനേജിൽ നിന്നും IAS എന്നുള്ള അത്യുന്നതമായ ഒരു പദവി അദ്ദേഹം സ്വപ്നം കാണാണ്. അപ്പോൾ ഓർഫനേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രത്തോളം വലിയ സ്വപ്നം കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. അദ്ദേഹം സ്വപ്നം കണ്ടു. ആ സ്വപ്നം വെറുതെ ആയില്ല, കഷ്ടപ്പെട്ടു. ഓർഫനേജിൽ നിന്നും പഠിച്ച വിദ്യാർത്ഥി, കഷ്ടപ്പാടിൽ നിന്നും അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ത്യൻ സിവിൽ സർവീസ് നേടിയ വ്യക്തിയാണ് മുഹമ്മദ് അലി ഷിയാബ്. അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ നിന്ന് വരെ IASലേക്ക് എത്തിപ്പെട്ടത് അതിന് പിന്നിൽ ചില പ്രയത്നവും അതുപോലെ തന്നെ വ്യക്തമായ പ്ലാനിങ്ങുകളുമുണ്ട്. അപ്പോൾ നമുക്കും IAS നേടണം. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ നമുക്കും IAS നേടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ UPSCയെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നിവിടെ MP Talks ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും MP Talksലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. അപ്പോൾ IAS നേടാൻ വേണ്ടി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാൻ IAS എക്സാമിനെ കുറിച്ചുള്ള അതിൻ്റെ സ്ട്രക്ചറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഉള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാം ആണല്ലോ സിവിൽ സർവീസ് എക്സാം. അപ്പോൾ ഇത് നാഷൻ വൈഡാണ് നടത്തുന്നത്. ഇന്ത്യയിൽ ആർക്കും ഇതിൽ പങ്കെടുക്കാം. UPSC ആണ് ഈ എക്സാം നടത്തുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി, അതുപോലെ തന്നെ 21 വയസ്സായിരിക്കണം. ഏതെങ്കിലും ഒരു ഡിഗ്രിയും 21 വയസ്സുമുള്ള ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. 50 രൂപ 100 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്ത് ഈ എക്സാം എഴുതാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ, ഇത് എങ്ങനെയാണ് എക്സാം നടത്തുന്ന 3 ഫേസ് ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. അത് ഒന്നാമത്തെ ഘട്ടത്തിൽ വരുന്നത് പ്രിലിംസ് ഘട്ടം എന്നുള്ള അതാണ്. അതിൽ 2 പേപ്പറാണുള്ളത്, GS1 ആൻഡ് GS2. GS1 വ്യത്യസ്ത സബ്ജക്റ്റുകൾ അടങ്ങിയ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ് തുടങ്ങിയ വ്യക്തമായ സിലബസോട് കൂടിയുള്ളത്. അതുപോലെ തന്നെ GS2 എന്ന് പറഞ്ഞത് സിസാറ്റ് പേപ്പറാണ്. അതിൽ നമ്മളുടെ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ സ്കിൽ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇത് രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇതിൽ GS2 ക്വാളിഫയിങ് പേപ്പറാണ്. ഒരു 33% മാർക്ക് ഉണ്ടെങ്കിൽ അത് ക്വാളിഫൈ ആവും. GS1ൻ്റെ ബേസിലാണ് പ്രിലിംസിന് റാങ്ക് ഇടുന്നത്. പ്രിലിംസിൽ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു, രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്. രണ്ടാമത്തെ ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇതിനെ മെയിൻസ് ഘട്ടം എന്ന് പറയുന്നു. ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതിൽ 9 പേപ്പറുകളാണുള്ളത്. അതിൽ 9 പേപ്പറിൽ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. ബാക്കിയുള്ള പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ഇടുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആണ്, വ്യക്തമായ സിലബസ് ഉണ്ട്. ആ സിലബസിൻ്റെ ബേസിലാണ് എക്സാം നടത്തുക. അതിൽ ക്വാളിഫയിങ് ആയവർക്ക് അതിൽ നിശ്ചിത റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാവുന്നതാണ്. അതിനെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയാം. നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് നടത്തുന്നത്. അവിടെ ഒരു 20 മിനിറ്റോളം ഡൽഹിയിൽ വെച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ നമ്മൾ ഈ മെയിൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെയും ബേസിലാണ് റാങ്ക് ഇടുക. ഇത് രണ്ടിനും കൂടി 2025 മാർക്കിലേക്കാണ് എക്സാം. അപ്പോൾ മാർക്ക് വലുപ്പം കേട്ടാരും പേടിക്കേണ്ട. ഇതിലൊരു 50% മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ IAS കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് രണ്ടിൻ്റെയും ബേസിലാണ് റാങ്ക് ഇടുക. ഈ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ, നല്ല ഉയർന്ന റാങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് IAS IPS എന്നുള്ള പോസ്റ്റുകളൊക്കെ കിട്ടും. ഇതിൽ ടോട്ടൽ 24ഓളം പോസ്റ്റുകളുണ്ട്. IAS IPS IFS തുടങ്ങിയ ഓൾ ഇന്ത്യ പോസ്റ്റുകളടക്കം 24ഓളം പോസ്റ്റുകളിലേക്കാണ് ഈ എക്സാം നടത്തുന്നത്. അപ്പോൾ ഇതാണ് IAS അല്ലെങ്കിൽ സിവിൽ സർവീസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് IAS നേടാൻ വേണ്ടി
നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട IAS എക്സാമിലേക്കും അതിൻ്റെ പ്രിപ്പറേഷനിലേക്കും ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും എപ്പോഴും ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തതാണ് എന്താണ് UPS എന്നുള്ളത് മനസ്സിലാക്കുക, അഥവാ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അത് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം അണ്ടർസ്റ്റാൻഡിങ് ദ സിലബസ്. നമുക്ക് വ്യക്തമായ ഒരു സിലബസിലാണ് UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നതും നമുക്ക് ആൻസർ ചെയ്തേണ്ടതും. അപ്പോൾ ആ സിലബസ് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ധാരാളം പഠിക്കുക എന്നുള്ളതിൽ അർത്ഥമേ ഇല്ല. എന്ത് UPSCക്ക് പഠിക്കണം എന്നുള്ളത് ആ സിലബസ് നോക്കി അത് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ എന്ത് പഠിക്കണ്ട എന്നുള്ളത് മനസ്സിലാക്കാനും UPSCയുടെ സിലബസ് അറിഞ്ഞിരിക്കണം. പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, ഭൂമിയുടെ ആകാശത്തിന് താഴെ ഭൂമിയുടെ മേലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ തരുന്നവരുണ്ടാവാം. അതൊക്കെ തെറ്റാണ്. വ്യക്തമായ സിലബസ് UPSCക്ക് ഉണ്ട്. ആ സിലബസിൽ നിന്നുകൊണ്ട് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം? സിലബസ് അറിഞ്ഞിരിക്കണം. UPSCയുടെ സിലബസ് എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. മൂന്നാമതായി ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. UPSC എന്ത് ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ UPSC നേടിയെടുക്കാനോ IAS നേടിയെടുക്കാനോ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വ്യക്തമായി ഇരുന്ന് നന്നായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് UPSC ചോദിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്ത് ചോദിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ UPSC അഥവാ സിവിൽ സർവീസ് നേടിയെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക, ചോദ്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് ധാരാളം പഠിക്കാവുന്നതാണ്. 2011 മുതലാണ് പുതിയ പാറ്റേൺ വന്നത്. അത് മുതലുള്ളത് നിർബന്ധമായും നോക്കണം. അതിന് മുന്നേ ഉള്ളത് നോക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്. നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം റൈറ്റിംഗ് പ്രാക്ടീസ്. നമ്മൾ എഴുതിയെടുക്കുക എന്നുള്ളത്. നമ്മളെ റാങ്ക് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ ബേസിലാണ്. അത് ഡിസ്ക്രിപ്റ്റീവാണ് ഘട്ടം. അപ്പോൾ നന്നായിട്ട് എഴുതാൻ കഴിയണം. നമ്മൾ എത്രത്തോളം വായിച്ചു, എത്രത്തോളം പഠിച്ചു എന്നുള്ളതിലപ്പുറം എത്രത്തോളം നമുക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വിജയം. അപ്പോൾ നന്നായിട്ട് റൈറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങുക. UPSC പ്രിപ്പറേഷൻ നിങ്ങൾ എന്ന് തുടങ്ങുന്നോ, എന്ന് മനസ്സിൽ ലക്ഷ്യം വെച്ച് തുടങ്ങുന്നോ അന്നു മുതൽ റൈറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങുക എന്നുള്ളത് നിങ്ങളുടെ വിജയം കൂടുതൽ അടുപ്പിക്കും. അപ്പം അതാണ് നാലാമതായിട്ട് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള നാലാമതായിട്ട് ചെയ്യേണ്ടത്. അഞ്ചാമതായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എഫക്റ്റീവ് ടൈം പ്ലാനിങ് എന്നുള്ളതാണ്. UPSC പ്രിപ്പറേഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് നമ്മൾ ടൈം വ്യക്തമായി പ്ലാനിങ് നടത്തുക. ടൈമിനും സ്റ്റഡി എല്ലാം വ്യക്തമായി പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ. നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പരാജയപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തു എന്നത് നിങ്ങളുടെ പരാജയത്തിലാണ്. ഇത് കറക്റ്റാണ്. പ്ലാനിങ് ഇല്ലാതെ UPSC പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാനിങ് പരാജയത്തിലേക്കുള്ളതാണ്. അപ്പോൾ വ്യക്തമായി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമതായി ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടാണ് UPSC പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും UPSCയിൽ അഥവാ നിങ്ങൾക്കും സിവിൽ സർവീസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ കൂട്ടുകാർക്കും IAS സ്വപ്നങ്ങൾ നടക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ആ IAS എന്നുള്ള സ്വപ്നം പൂവണിഞ്ഞ് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. താങ്ക് യു.